സോ റിഡോക്സ് റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം രണ്ട് മെത്തേഡുണ്ട് നമുക്ക് ഈ റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട്. നമുക്കപ്പോൾ അറിയാം എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്. റിഡക്ഷൻ ഓക്സിഡേഷൻ നടക്കുന്ന റിയാക്ഷൻസിനെല്ലാം നമുക്ക് കളക്റ്റീവിലായിട്ട് പറയാം. പിന്നെ കുറേ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ് അനുസരിച്ചിട്ടാണ്. അതിൽ ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ്. നമുക്കിതിൽ ഏതാണോ ഇഷ്ടമുള്ള മെത്തേഡ് അത് വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. എങ്ങനെ ഈ രണ്ടിൽ എങ്ങനെ ചെയ്താലും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും, ഒരു ആൻസറേ കിട്ടത്തുള്ളൂ. സോ ഓക്സിഡേഷൻ നമ്പർ മെത്തഡാണ് ഇവിടെ ഞാനെന്ന് പറയാൻ പോകുന്നത്. ഓക്സിഡേഷൻ നമ്പർ മെത്തഡ്. അപ്പോൾ നമുക്കറിയാം എന്തിൻ്റെയാണ് ഈ ഓക്സിഡേഷൻ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓക്സിഡേഷൻ നമ്പർ മെത്തഡ് വെച്ച് ചെയ്യുമ്പം നമ്മളിതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. ആ ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ താഴോട്ടുള്ളത് അതായത് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ വെച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, ഒരു റിയാക്ഷൻസ് കിട്ടും. ആ റിയാക്ഷൻ്റെ കറക്റ്റായിട്ടുള്ള സ്കെലിറ്റൽ ഫോം നമ്മൾ എഴുതണം. അതിൻ്റെ ചാർജും ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആദ്യം നമ്മളത് എഴുതാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ ഓരോ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷനും അതുപോലെ തന്നെ ഓരോ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. അതിനുശേഷം ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഓക്സിഡേഷൻ നമ്പർ ഞാനിത് പറയുമ്പോൾ നമുക്ക് മനസ്സിലായാലും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരെണ്ണം ഇവിടെ ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് Cr2O7 2- പ്ലസ് SO3 2- ഗിവിങ് Cr3 പ്ലസ് SO4 2-. ഇത് അസിഡിക് എൻവയോൺമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും അസിഡിക് ആണോ ബേസിക് എൻവയോൺമെൻറ്റ് ആണോ. അസിഡിക്കിനും ബേസിക്കിനും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് അസിഡിക് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതണം. സോ നമ്മൾ ആദ്യത്തെ സ്കെലിറ്റൽ ഫോം ഓഫ് ദി ഇക്വേഷൻ എഴുതി കറക്റ്റായിട്ട്. ഇനി നമ്മൾ ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം, ഓരോ ആറ്റത്തിൻ്റെ. അപ്പം നമുക്ക് ഇവിടുത്തത് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു അതായത് സെറ്റായിട്ടുള്ള ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ക്രോമിയത്തിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മളത് എക്സ് എന്ന് കൊടുക്കും. സോ എക്സ് ഇൻറ്റു 2 പ്ലസ് 7 ഇൻറ്റു ഓക്സിജൻ്റെ എത്രയാണ് -2 അല്ലേ, ഇസ് ഈക്വൽ ടു മൊത്തത്തിലെ ചാർജ് എത്രയാണ് -2 ആണ്. സോ നമുക്കിങ്ങനെ എഴുതാം 2x - 14 ഇസ് ഈക്വൽ ടു -2. സോ 2x is equal to -2 plus 14 which is equal to plus 12, that is 2x, and x is equal to plus 6 എന്ന് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ക്രോമിയത്തിൻ്റെത് +6 എന്ന് കിട്ടി. സോ നമുക്കത് എഴുതാം. ക്രോമിയത്തിൻ്റെത് ഇവിടെ നമുക്ക് എത്ര എഴുതാം, +6 ആണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നിൻ്റെ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ക്രോമിയം നമുക്ക് കിട്ടിയത് +6, ഓക്സിജൻ്റെ നമുക്കറിയാം -2. ദെൻ SO3 2- അല്ലേ. അതുപോലെ ഇവിടെ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് എസിൻ്റെത് അറിയില്ല. സോ നമ്മൾ എക്സ് ഇട്ടു. ഓക്സിജൻ്റെത് -2 ഇൻറ്റു 3 എത്രയാണ്, -6 വിച്ച് ഇസ് ഈക്വൽ ടു -2. സോ അപ്പോൾ എക്സിൻ്റെ എത്രയാണ്, -2 + 6 പ്രതരം +6 ആയി. സോ ഇറ്റ് ഈസ് +4 ആണ്. അപ്പം സൾഫറിൻ്റെത് ഇറ്റ് ഈസ് +4 എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, സോ ഇറ്റ് ഈസ് +4. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്രോമിയം നമ്മൾ കിട്ടി. ഇനി നമുക്ക് സൾഫറിൻ്റെ ഇവിടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എക്സ് ഓക്സിജൻ -2 ആണ് അറിയാം. -2 ഇൻറ്റു 4 ഇറ്റ് ഈസ് -8 വിച്ച് ഇസ് ഈക്വൽ ടു -2. സോ എക്സ് ഇസ് ഈക്വൽ ടു -2 + 8 വിച്ച് ഇസ് ഈക്വൽ ടു +6. നമുക്ക് +6 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എത്ര ഇൻക്രീസ് ഉണ്ട് ഡിക്രീസ് ഉണ്ട് നമുക്കറിയാലോ. ഒന്നിന് ഓക്സിഡേഷൻ സംഭവിക്കും, ഒന്നിന് റിഡക്ഷൻ സംഭവിക്കും. ആ ഇൻക്രീസും ഡിക്രീസും നമ്മൾ ഈക്വലൈസ് ചെയ്യണമാണ് അടുത്ത് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ Cr2O7 2- പ്ലസ് SO3 2- ഗിവിങ് Cr3 പ്ലസ് SO4 2-. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ക്രോമിയം നോക്കും. ക്രോമിയത്തിന് എത്രയാണ്, ഇവിടെ 2 ക്രോമിയം ഉണ്ട്, പക്ഷേ ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ക്രോമിയത്തിൻ്റെത് എത്രയാണ്, +6
ഈ ക്രോമിയത്തിൻ്റെ എത്രയാണ്? +3 ആണ്. സോ ഇങ്ങനെ നോക്കണം, 6 × 2 എത്രയാണ്? 12. ആ 12 എത്രയായി? ഇവിടെ +6 ആയിട്ട് മാറി. അതായത് ഡിക്രീസസ് ബൈ 6, 6 കുറയാണ് ചെയ്തത്. അതുപോലെ ഇവിടുത്തെ സൾഫർ +4, ഇവിടുത്തെ സൾഫർ +6. അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇവിടെ സൾഫർ ഒരെണ്ണം വീതേ ഉള്ളൂ. +4 എന്തായിട്ട് മാറി? +6 ആയി. സോ ഇൻക്രീസസ് ബൈ 2, ഇവിടെ 2 കൂടി, ഇവിടെ 6. അപ്പോൾ ഇവിടെ ഒരിടത്ത് 2 കൂടുതലും ഒരിടത്ത് 6. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ ബാലൻസ് ചെയ്യണം, അതായത് നമ്മൾ ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഈ 2 നമുക്ക് 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? × 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടും. അപ്പം മൊത്തത്തിൽ ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 3 വെച്ച്. അപ്പോൾ നമ്മൾ നോക്കൂ, 3 സൾഫർ അല്ലേ? സോ അവിടുത്തെ വാല്യൂ എന്താണ്? 3 × +4 വിച്ച് ഇസ് 3 × +6. അതായത് ഇവിടെ 12, ഇവിടെ 18. സോ ഇവിടെ ഇൻക്രീസ് വന്നത് 6 തന്നെയാണ്, ഇവിടെ ഡിക്രീസ് വന്നത് 6, ഇവിടെ ഇൻക്രീസ് വന്നത് 6. അപ്പോൾ നമ്മൾ അത് ഈക്വലൈസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ആദ്യം സ്കെലറ്റൽ ഇക്വേഷൻ എഴുതുന്നു, ഓക്സിഡേഷൻ നമ്പർ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുന്നു, ഇൻക്രീസും ഡിക്രീസും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം ഹൈഡ്രജൻ, അപ്പം ഇവിടെ നമുക്ക് ഹൈഡ്രജനും ഇവിടെ നമ്മളിപ്പോൾ സൾഫർ ബാലൻസ് ചെയ്തു, ക്രോമിയൊക്കെ ഓൾറെഡി ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്സിജൻ മാത്രമേ ബാലൻസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യണം. അതിൽ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് ഓക്സിജനാണ് ബാലൻസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെയാണോ കുറവുള്ളത് അവിടെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളെടുത്ത് ഹൈഡ്രജനാണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പം ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അത്രയും ചെയ്താൽ മതി, അത് ശരിയാവും. അതിൻ്റെ ഹാഫ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആകും. ഇനി ഹൈഡ്രജനാണ് ബാലൻസ് ചെയ്യേണ്ടതെങ്കിൽ ഹൈഡ്രജൻ നമ്മൾ H+, അപ്പോൾ ആസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്ത് കൊടുക്കണം. ബേസിക് മീഡിയം ആണെങ്കിൽ നമുക്ക് H+ പറ്റില്ല, അവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെയാണോ കുറവുള്ളത് അവിടെ H+ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ആവും. ബേസിക് മീഡിയം വരുമ്പോൾ നമ്മൾ എവിടെയാണോ കുറവുള്ളത് അവിടെ H2 ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ OH- ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഇവിടെ നമ്മളൊരു ഓക്സിജൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഹൈഡ്രജൻ മാത്രമാണ് ബാലൻസ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ഓക്സിജൻ ഇവിടെ എക്സ്ട്രാ വന്നു, അത് കറക്റ്റ് ചെയ്യാനാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ OH- ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി നോക്കാം. ഇതിൻ്റെ ബാക്കിയിൽ Cr2O7 നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയാണ്, 3SO3 2- ഗിവിങ് 2Cr3 ++ 3SO4 2-. ഇനി നമ്മൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു അസിഡിക് മീഡിയത്തിലാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ചാർജ് നോക്കുന്നു. ഇവിടുത്തെ ഹോൾ ചാർജ് എത്രയാണ്? -2. ഇവിടുത്തെ ഹോൾ ചാർജ് എത്രയാണ്? 3. ഇത് ഇവിടെ 3 -2, സോ ഇറ്റ് ഇസ് -6. ഇവിടെ എത്രയാണ്? +6 പ്ലസ് ഇവിടെ എത്രയാണ്? -6. അപ്പോൾ ഇവിടെ 0 ആയി. ഇവിടെ എത്രയാണ്? -8. അപ്പോൾ ഇവിടെ -8. ഇവിടെ 8 ചാർജ് നെഗറ്റീവ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ചാർജ് നെഗറ്റീവ് കുറവായതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ H+ ആഡ് ചെയ്ത് കൊടുത്താൽ കാര്യമില്ല, ഇവിടെയെങ്കിൽ പിന്നെയും കൂടും. അപ്പോൾ ഇവിടെ തന്നെ H+ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്ര H+ ആഡ് ചെയ്ത് കൊടുക്കണം? 8 H+ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മൈനസ് ചാർജ് ബാലൻസ് ആണ്. സോ നമുക്കിവിടെ 8 H+ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ബാലൻസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് മുന്നേ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 7 എണ്ണം ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 3 × 3 9 എണ്ണം ഉണ്ട്. സോ 7 + 9 ഉണ്ട് ഇവിടെ. അവിടെ ഓക്സിജൻ എത്രയുണ്ട്? 3 × 4 ഉണ്ട് അല്ലേ, 12 എണ്ണം ഉണ്ട്. സോ ഇവിടെ 16, ഇവിടെ 12. അതായത് 4 എണ്ണത്തിൻ്റെ കുറവാണ് അല്ലേ, ഓക്സിജൻ 4 എണ്ണം കുറവാണ്. ഏത് സൈഡ്? വലത് സൈഡ്. സോ ഇവിടെ നമ്മൾ 4 H2 ആഡ് ചെയ്ത് കൊടുക്കും, അപ്പോഴാണ് നമുക്ക് 4 ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ H കൂടുതൽ വന്നില്ലേ, അതായത് 4 × 2 8 H, അത് ഓൾറെഡി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോഴും ഈ ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ് ഇക്വേഷനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്കിവിടെ എടുത്തെഴുതാം. നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ Cr2O7 2- + 3SO3 2- + 8H+ giving 2Cr3 + 3SO4 2- + 4H2. So this is the balanced redox equation. Okay, ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള റിഡോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. So that's all. Thank you.